എന്ന് കേട്ടിട്ടുണ്ടോ? അത് നനഞ്ഞു കഴിയുമ്പോൾ നല്ല രീതിയിൽ സോഫ്റ്റ് ആവും. ഇനി ഞാനത് വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ സ്കിൻ എന്ന് പറയുന്നത് സ്പെഷ്യലി നമ്മുടെ ഫേസിലുള്ള സ്കിൻ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ റീസെന്റ് ആയിട്ട് എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്ത 3 സ്റ്റെപ്സ് ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ പറ്റിയതാണ് സ്ക്രബിംഗ് ആണ്. ഇത് മുന്നേ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസം നമ്മൾ സ്ക്രബ് ചെയ്യണം. സ്ക്രബിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്ക് അത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നതല്ലേ, അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കത്തില്ല എന്നുള്ളൊരു വിചാരമുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു മുന്നേ. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മുടെ സ്കിന്ന് ക്ലീൻ ആക്കാനായിട്ട് ആ ഒരു പ്രോസസ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. കാര്യം നമ്മളിപ്പം നോർമലി ഒന്ന് ഫേസ് വാഷ് ചെയ്യുന്നതിനേക്കാളും ആഴ്ചയിൽ ഒരു തവണ നല്ലൊരു സ്ക്രബും മസാജും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഡെഡ് സെൽസ് ഫുള്ളായിട്ട് റിമൂവ് ആകും. ആ സെൽസിനെ നമ്മൾ പറയുന്നത് തന്നെ ഡെഡ് സെൽസ് എന്നാണ്. സോ അത് ബിൽഡപ്പായി നമ്മുടെ സ്കിന്നിൽ ഒരു ഡൾ എഫക്റ്റ് ആയിരിക്കും കൊണ്ടുവരുന്നത്. സോ നമ്മൾ അത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സ്ക്രബിങ്ങിലൂടെ സാധിക്കും. അതുകൊണ്ട് ഒത്തിരി അങ്ങ് ഉരച്ച് കുറേ നേരം എടുത്ത് ചെയ്യേണ്ട. സ്കിൻ എന്ന് പറയുന്നത് സ്പെഷ്യലി നമ്മുടെ ഫേസിലുള്ള സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അത് ഒരുപാട് പേർക്കും നല്ല രീതിയിൽ സോഫ്റ്റ് ആണ്, പ്രത്യേകിച്ച് പെൺകുട്ടിക്ക്. അത് നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. 1 മിനിറ്റ് നല്ല രീതിയിൽ ഒരു മസാജ് കൊടുത്തിട്ട് നമുക്കത് വാഷ് ചെയ്യാം. കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ചെയ്യണം. എന്നാലാണ് നമുക്ക് 100% അതിന് റിസൾട്ട് ഉണ്ടാവുന്നത്. മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ ആ ഒരു ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അരിപ്പൊടിയാണ് ഞാൻ നല്ല ഒരു സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് ഇത്. നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന നല്ല ചെറിയ നേർത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. പഞ്ചസാരയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ചിലർ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കത് ഭയങ്കര ഹാർഡായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് നല്ല ഗ്രാനുവൽസ് ആണ്. അപ്പോൾ സ്കിന്നിൽ കൊണ്ടിട്ട് മുറിയാനുള്ള ചാൻസ് ഉള്ള പോലെ എനിക്ക് ആ ഒരു ഇതുണ്ട്. അത് കാരണം ഞാൻ യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് അരിപ്പൊടി യൂസ് ചെയ്യാം, പിന്നെ കാപ്പിപ്പൊടി ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം, ഓട്സ് യൂസ് ചെയ്യാം. ഓട്സ് ഒക്കെ നനഞ്ഞു കഴിയുമ്പോൾ നല്ല രീതിയിൽ സോഫ്റ്റ് ആവും. അത് മാത്രമല്ല സ്കിന്ന് ഗ്ലോ ചെയ്യാനായിട്ടും അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ അരിപ്പൊടിയും അതുപോലെ തന്നെയാണ്, നല്ല രീതിയിൽ സ്കിന്നിനെ ഗ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ് കേട്ടോ. എന്നിട്ടാണ് ഞാൻ മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്യുന്നത്. തൈര് നല്ല രീതിയിൽ ക്രീമിയാണ്. അതോടൊപ്പം നമ്മുടെ സ്കിന്നിലുള്ള സൺ ടാൻ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് തൈര് ഹെൽപ്പ് ചെയ്യും. സോ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൺ ടാൻ റിമൂവ് ചെയ്യാനും ഡെഡ് സെൽസ് ഫുള്ളായിട്ട് പോകാനും ഹെൽപ്പ് ചെയ്യും. പൊടിയും കൂടെ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് തൈരിന് പകരമായിട്ട് നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യാം, അലോവേര ജെല്ല് യൂസ് ചെയ്യാം, തേൻ യൂസ് ചെയ്യാം. 1 മിനിറ്റ് നല്ല ഒരു മസാജ് കൊടുക്കുക. വളരെ ജെന്റിലായിട്ട് പതിയെ മസാജ് കൊടുത്താൽ മതി. എല്ലായിടത്തും മസാജ് കൊടുക്കണം. ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ മാത്രമല്ല, ഫുൾ ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു മിനിറ്റ് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രബിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ഇതും കൂടെ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വരുന്നത് മസാജിങ് ആണ്. അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ റീസെൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ചില ദിവസങ്ങളിൽ സാഹചര്യങ്ങളുടെ ഒരു ഇത് കാരണം ചെയ്യാൻ പറ്റാറില്ല, മറന്നു പോകാറുണ്ട്, പിന്നെ അതിനുള്ള ടൈം ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാൻ പറ്റുന്ന എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് മസാജ് കേട്ടോ. ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇടയ്ക്കൊരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആ സമയത്ത് എന്താണോ എനിക്ക് മസാജ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സംഭവം അത് വെച്ചാണ് മസാജ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കും അതുപോലെ ചെയ്യാം. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയത് തൈരാണ്. തൈര് വളരെ നാച്ചുറലാണ്, പിന്നെ നമുക്ക് വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആണ്. നല്ല രീതിയിൽ സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ തൈരും ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. തൈരും അലോവേര ജെല്ലും മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഇപ്പം എൻ്റെ കയ്യിൽ തൈര് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് തൈര് മാത്രം എടുത്ത് മസാജ് ചെയ്യുകയാണ്. കട്ട തൈരാണ് കേട്ടോ. തൈരിൻ്റെ ആ കട്ടയുള്ള ഭാഗം എടുത്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യാം. ചിലർ ഇത് മാത്രമായിട്ട് ഇങ്ങനെ
തുണി വെച്ചൊക്കെ അരിച്ചെടുത്തിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് അത്രയും ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കാറില്ല. സാധാരണ എടുത്ത് ചെയ്യാണ് പതിവ്. 2 കൈ വെച്ച് നല്ല രീതിയിൽ മസാജ് ചെയ്യുക. നല്ല സൂത്തിങ് ആയിട്ടുള്ള ഒരു മസാജ് കൊടുക്കുക. വളരെ പതിയെ ചെയ്യേണ്ട പ്രോസസ്സാണ്. അങ്ങനെ അതും വാഷ് ചെയ്തിട്ടുണ്ട്. മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ല തുടുത്ത കവിളുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ സംഭവം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ല രീതിയിൽ ബൗൺസി ആയിട്ട് ബംബ്ലി ആയിട്ടുള്ള ഒരു സ്കിൻ ഉണ്ടാവും. നല്ല രീതിയിൽ ആക്റ്റീവായ ഒരു ഫേസ് മാതിരി ഫീൽ ആവും. ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കുന്ന മാതിരി ഉണ്ടാവില്ല. സ്ക്രബ് ചെയ്തിട്ട് നല്ലൊരു മസാജും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നല്ല ഫ്രഷ് ഫീലാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് മാസ്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അലോവേര ജെല്ലാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാസ്ക് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിന് അലോവേര ജെല്ല് ചേരുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം, തേൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം, തക്കാളിയുടെ നീര് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുറേ ആൾട്ടർനേറ്റീവ്സ് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് പേരല്ല, കുറച്ച് പേര് ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ സ്കിന്നിന് അത് പറ്റില്ല ഇത് പറ്റില്ല എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് എന്താണോ ചെയ്യുന്നത് അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ സ്കിന്നിന് പറ്റാത്ത ഒരു കാര്യവും നിങ്ങൾ ഫോഴ്സ്ഫുള്ളി സ്കിന്നിലോട്ട് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഓൾട്ടർനേറ്റീവ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കമൻറ്റിന് റിപ്ലൈ തരാം. എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് എനിക്ക് റിപ്ലൈ തരാൻ പറ്റൂലല്ലോ. ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടുള്ള പാക്കിനെക്കാളും ഇതുപോലത്തെ സിമ്പിൾ പാക്സ് ആണ് ഇഷ്ടം. തക്കാളിയുടെ നീര്, അലോവേര ജെൽ, ഹണി ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് തരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.